ഹായിക്കും സ്തുതി ആദിമുതൽ എന്നുമെന്നേക്കും തന്നെ. ആമേൻ. പരിശുദ്ധ കന്യകയും നിത്യകന്യകയായ രണ്ടാം സ്വർഗമായ സ്വർഗത്തിൻ്റെ രാജ്ഞിയായ രണ്ടാം ഹൗവയായ വെളിച്ചമാകുന്ന കർത്താവിൻ്റെ അമ്മയായ ദൈവത്തെ പ്രസവിച്ചവളായ സർവ പരിശുദ്ധയായ ദൈവത്തിൻ്റെ മണവാട്ടിയായ എല്ലാ മക്കൾക്കും അമ്മയായ ദുഃഖങ്ങൾ മുഴുവൻ ഹൃദയത്തിൽ വഹിച്ച ജോയ് ഓഫ് ഓൾ ഹൂ സോറോസ്, എല്ലാ വേദനകളും അനുഭവിക്കുന്ന മനുഷ്യർക്ക് സന്തോഷകാരണമായ കാനാവിലെ കല്യാണത്തിലെ അനുഭവത്തിൽ ഒരു മധ്യസ്ഥയായ രണ്ടാം സ്വർഗമെന്ന് പൗരസ്യ പിതാക്കന്മാർ പഠിപ്പിച്ച പരിശുദ്ധ കന്യമറിയ അമ്മയുടെ ഡോർമിഷൻ, അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിൽ നാം സംബന്ധിക്കാൻ പോവുകയാണല്ലോ. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ബോധ്യവും ഇല്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ വ്യാപാര ശക്തി നമ്മളിലില്ലാതെ ഈ പരിശുദ്ധ അമ്മയെ നമുക്ക് തിരിച്ചറിയുക എന്നുള്ളത് വളരെയധികം പ്രയാസമുള്ള ഒരു വസ്തുതയാണ്. ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും ഈ വചന കേൾവിയാൽ ശക്തീകരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്നാണ്. കൃപയുടെ സ്വീകാര്യത, വില്ലിങ്നെസ് ടു റിസീവ് ഗോഡ്സ് ഗ്രേസ്, അത് സ്വീകരിക്കാനുള്ള പൂർണ്ണ സന്നദ്ധത ഈ ചെറിയ മകൾ തൻ്റെ ബാല്യകാല ജീവിതത്തിലൂടെ ദേവാലയത്തിൽ പുരോഹിതന്മാരാൽ ഉള്ള പരിചരണത്തിലൂടെ, ദൈവവചന ധ്യാനത്തിലൂടെ, നിത്യമായ ശക്തമായ ക്രമീകൃതമായ പ്രാർത്ഥനയിലൂടെ, ജീവിതചര്യയിലൂടെ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരു സന്നദ്ധത ഉണ്ടാകുകയും അതിനുള്ള യോഗ്യത ദൈവം അവളിൽ കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കർത്താവായ മെശിയ തമ്പുരാൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മ ആരാണ്, എൻ്റെ സഹോദരന്മാരാരാണ്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 11:28 എൻ്റെ വചനം കേട്ട്, ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് പരിശുദ്ധ കന്യമറിയ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ വില്ലിങ്നെസ് ടു റിസീവ് ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപ സ്വീകരിപ്പാനുള്ള ഒരു വില്ലിങ്നെസ്, ഒരു സന്നദ്ധത തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തു. അത് ജീവിതചര്യയിലൂടെയാണ്. നമുക്കും നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു സന്നദ്ധത വളരെ ആവശ്യമാണ്. അതിനൊരു തുറന്ന മനസ്സ്, അതിനൊരു വിനയം, നമ്മെപ്പോലെ എത്രമാത്രം താഴ്മയോടെ ജീവിക്കാനായി സാധിക്കും. അതുപോലെ തന്നെ വിശ്വാസവും, അതുപോലെ തന്നെ വിശ്വാസ പരിപാലനവും, അതുപോലെ തന്നെ അനുദപിക്കാനുള്ള വലിയ ബോധ്യവും, അതിനുവേണ്ടിയുള്ള ധൃതിയും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പരിശുദ്ധ കന്യമറിയ അമ്മയുടെ ഈ ക്വാളിറ്റി നമ്മൾ വിശുദ്ധനായ ലൂക്കോസ് സുവിശേഷം 1:28 വായിക്കുന്നത്. ഓ ഹൈലി ഫേവേർഡ് വൺ, വളരെയധികം കർത്താവിന് പ്രിയപ്പെട്ടവളായവളെ, പ്രിയങ്കരിയായവളെ. അതിൻ്റെ മറ്റൊരു ട്രാൻസ്ലേഷനാണ് നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദൈവവുമായിട്ടുള്ള അതുല്യമായ ബന്ധം സ്ഥാപിക്കുവാൻ ഇടയായത് ആ കൃപയുടെ നിറവിലാണ്. ദൈവത്തിൽ ആശ്രയിക്കപ്പെടുന്നവരെ, ഈ പരിശുദ്ധ അമ്മ അങ്ങനെ ഒരു വലിയ രക്ഷാപദ്ധതിയിൽ ഉൾപ്പെട്ടു. അതുല്യമായ ഈ സ്ഥാനം ദൈവം അവൾക്ക് നൽകി. രക്ഷാപദ്ധതിയിലെ പ്രധാന പങ്കാളിത്തം അമ്മയ്ക്ക് ലഭിച്ചു. നമ്മുടെ ജീവിതത്തിലും രക്ഷാപദ്ധതിയെപ്പറ്റി നല്ല ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതിന് പ്രഥമമായിട്ട് വേണ്ട കാര്യം
ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. വിശുദ്ധിയിലൂടെ മാത്രമേ, നമ്മൾ വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതുകൊണ്ട് ഹൃദയത്തിൽ വിശുദ്ധി, ഹൃദയവുമായി ബന്ധപ്പെടുന്ന ആലോചനകൾ, അതുമായി ബന്ധപ്പെടുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം നീതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധനായ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 15-16 വാക്യങ്ങൾ വായിക്കുന്നതാണ്: നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കും. സോ ബി ഹോളി ഇൻ ഓൾ യു ഡു. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം, അവൻ്റെ വിശുദ്ധിക്ക് ഒത്തവണ്ണം അനുസരണമുള്ളവരാകണം. അതോടൊപ്പം വിശുദ്ധിയുടെ പ്രവൃത്തിയും ഉണ്ടാകണം. ദൈവം നമ്മളെ ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്, വിശുദ്ധ കന്യമറിയാമ്മയുടെ ജീവിതത്തിൽ കാണുന്ന വിശ്വാസം കാത്തുസൂക്ഷിക്കുവാനുള്ള ഒരു സന്മനസ്, അതോടൊപ്പം തന്നെ കഷ്ടതയിലൂടെ സാക്ഷികളാകുവാനുള്ള ഒരു വലിയ ചുമതല. ക്രിസ്തുവിലുള്ള വിശ്വാസം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:1 നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് വിടവാങ്ങലിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ മുഖഭാവം മാറിയ ശിഷ്യന്മാരെ കണ്ടിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം എന്ന് നമുക്കറിയാം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വരുന്നത്? എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 പറയുന്നുണ്ട്, യു ഹാവ് ബീൻ സേവ്ഡ് ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താലാണല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ വിശ്വാസം നമുക്ക് അടിസ്ഥാനപരമായ രക്ഷാപദ്ധതിയിൽ വളരെ ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്, പക്ഷേ വിശ്വാസത്തിൽ നമ്മൾ വളർന്നു വരണം. അതുപോലെ തന്നെ കറതീർന്ന വിശ്വാസം, ഓർത്തഡോക്സ് ഫെയ്ത്ത്, ഓർത്തോഡോക്സോ, നേരായ വിശ്വാസം, അത് നമ്മൾ എപ്പോഴും പഠിക്കാനായിട്ട് ആഗ്രഹിക്കണം. എന്താണ് സത്യവിശ്വാസം? ഇന്ന് നമ്മൾക്ക് ലോകത്തിൽ കാണുന്നത്, കർത്താവ് തന്നെ വിലപിക്കുന്നുണ്ട്, താൻ വീണ്ടും വരുമ്പോൾ വിശ്വാസം ഭൂമിയിൽ കാണുമോ? ഇതാണ്. എന്താണ് യഥാർത്ഥമായ വിശ്വാസം? ആ വിശ്വാസം കാത്തു സൂക്ഷിച്ച ഒരമ്മയാണ്. കാരണം ഈ ഒരു അസൈൻമെൻറ്റ് മനസ്സാലെ ഏറ്റെടുക്കുകയും കഷ്ടത അനുഭവിക്കുകയും ഈ യേശു കുഞ്ഞുമായ ദേവാലയത്തിൽ വരുമ്പോൾ വൃദ്ധനായ ശിമോൻ പറഞ്ഞ പോലെ നിൻ്റെ ഹൃദയത്തിലൊരു വാൾ കടന്നു പോവും, അതെല്ലാം സഹിച്ച് അവൾ കണ്ടും കേട്ടും ഗ്രഹിച്ച് എല്ലാം ഹൃദയത്തിൽ ഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ക്രൂശിൻ്റെ അന്ത്യത്തോളം നിൽക്കുന്നു. കഷ്ടാനുഭവത്തിൽ കർത്താവിനെ കൂടെ നിന്ന് ബലപ്പെടുത്തുകയാണ്. മകനോട് പറയുന്ന കാര്യം ഇതാണ്, മകനെ, ഇത് നീ ചെയ്തേ മതിയാവുള്ളൂ, നീ ചെയ്താൽ മാത്രമേ ഇത് രക്ഷയ്ക്ക് കാരണമായിട്ട് ഭവിക്കുകയുള്ളൂ, അതുകൊണ്ട് നീ ഇത് നിർവഹിച്ചേ സാധ്യമാവുകയുള്ളൂ. അതിനുശേഷവും കർത്താവിൻ്റെ വാഗ്ദപ്രകാരം ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് നമ്മൾ പെന്തിക്കോസ്തിക്ക് വേണ്ടി ശിഷ്യന്മാരെ ഒരുക്കുന്നതായിട്ടും അമ്മ നേതൃത്വം കൊടുക്കുന്നതായിട്ടും നമ്മൾ കാണുന്നു. അതൊക്കെ വിശ്വാസത്തിൻ്റെ പ്രതികരണമാണ്. വിശ്വാസം എത്രമാത്രം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതികഠിനമായി തൻ്റെ മകൻ കഷ്ടത അനുഭവിക്കുമ്പോഴും അവിടെ കണ്ണുനീരിനപ്പുറമായ ഒരു ആത്മധൈര്യത്തിൽ അമ്മ അവിടെ നിന്നു എന്നുള്ളതാണ് കഷ്ടതയ്ക്ക് അപ്പുറമായിട്ട് കഷ്ടതകളിലൂടെ കടന്ന് കർത്താവിന് സാക്ഷിയാവുന്നു. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നാം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാവുന്നുവെങ്കിൽ അവൻ്റെ മഹത്വത്തിലും നമ്മൾ പങ്കാളികളാവും. സഹോദരങ്ങളെ, നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നാം ആരാകും എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയിൽ നാം ഒക്കെ എന്തായിരിക്കും എന്നുള്ളത്, നമ്മുടെ തനതായ ഭാവം, തനതായ ആത്മീയ അവസ്ഥ, രക്ഷയുമായി ബന്ധപ്പെട്ട നമ്മുടെ അവസ്ഥയൊക്കെ വ്യക്തമായി വെളിപ്പെടും. അതുകൊണ്ട് ഈ പെരുന്നാൾ നമുക്ക് അപ്രകാരമുള്ള ഒരു നല്ല ആത്മവെളിച്ചം നൽകട്ടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. അപ്പോൾ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. അത് ചെറുതും വലുതും സങ്കീർണവും വ്യത്യസ്തവുമാണ്. പക്ഷെ അത് ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ഭയപ്പെടരുത്,
ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് 1 കൊരിന്ത്യർ ലേഖനം 10-13 പറയുന്ന പോലെ എല്ലാവർക്കും പരീക്ഷകളുണ്ട്. ഇറ്റ് ഈസ് എ ടെംപ്റ്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഈസ് കോമൺ ഫോർ ഓൾ. പക്ഷെ അവിടെ പറയുന്നു, എന്നാൽ അതിനോടൊപ്പം ദൈവം ഒരു നീക്കുപോക്കുകൾ നമുക്കായിട്ട് ഒരുക്കുന്നു. അപ്പോൾ നമ്മുടെ ഏത് കഷ്ടതകളിലും, നമ്മൾ കടന്നു പോകുന്ന ഏതവസ്ഥയിലും അതിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവാത്മാവിൽ ബലപ്പെടുന്നുവെങ്കിൽ ശക്തമായ ഒരു സാധ്യത അതിൻ്റെ മധ്യത്തിലുണ്ട്. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മൾ വീണ്ടും ഈ രക്ഷാപദ്ധതിയിൽ നമുക്കെങ്ങനെ പങ്കാളികളായി തീരാൻ സാധിക്കും? അത് പറയുന്നത് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഹോളി ചർച്ച് ലൈഫ്. വിശുദ്ധ സഭയുടെ ജീവിതത്തിൽ നാം പൂർണ്ണമായി പങ്കാളികളായി തീരുമ്പോഴാണ് പരിശുദ്ധ സഭയുടെ ദൗത്യം, ആ പരിശുദ്ധ സഭയിലൂടെ ആ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടത് ഒക്കെ ആവശ്യമായിട്ട് വരും. പൗലോസ് തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ഈ ഡൈവേഴ്സിറ്റി ഓഫ് ടാലൻസ് അല്ലെങ്കിൽ നൽവരങ്ങൾക്ക് എന്തുമാത്രം നൽവരങ്ങൾ നൽകുന്നു? എന്തിനാണ് ഓരോ മനുഷ്യർക്കും വൈവിധ്യമാർന്ന നൽവരങ്ങൾ നൽകുന്നത്? പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ശരീരമാവുന്ന സഭയെ വളർത്തുവാനാണ്. എഡിഫൈങ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, എൻറിച്ചിങ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകളെ ബോധ്യപ്പെട്ട് സഭയുടെ ജീവിതത്തിൽ നാം പൂർണ്ണമായി ബന്ധപ്പെടണം. എബ്രായലേഖനം 10:25 ഓർപ്പിക്കുന്നുണ്ട്, ലെറ്റ് us not give up meeting together as some are in the habit of doing, but encouraging one another, and all more as you see the day is approaching. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിച്ചാൽ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും ഇത് അധികമായി ചെയ്യണം. സെന്റ് പോൾ തന്നെ, പൗലോസ് തന്നെ ഓർപ്പിക്കുന്നുണ്ട്, ദ ടൈം ഈസ് സോ നിയർ ദാൻ വി എക്സ്പെക്ട്. നാം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമയം അടുത്തിരിക്കുന്നു. ഈ ലോകത്തിലെ സംഭവവികാസങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്ന് എന്നെ സംബന്ധിച്ച് വലിയ ആത്മദുഃഖമുള്ളത്, നമ്മുടെ യുവതികൾ ഒന്നും പള്ളികളിലില്ല. ഇത് നമ്മുടെ ഒരു എല്ലാ ഡിനോമിനേഷനുള്ള പ്രശ്നമായിട്ടാണ്. ഇറ്റ്സ് എ കോമൺ പ്രോബ്ലം. കാരണം ഈ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയ ചില പ്രതിസന്ധികളുണ്ട് എന്ന് എല്ലാ സഭാമക്കളും തിരിച്ചറിയണം. പ്രത്യേകിച്ച് എനിക്ക് പല യുവാക്കളെ അറിയാം. അവരൊക്കെ നല്ലവണ്ണം വായിക്കുന്നവരും നല്ല മിടുക്കന്മാരുമാണ്. ഈ ഗ്നോസ്റ്റിക് എത്തിസ്റ്റ് എന്നുവെച്ചാൽ അറിവ് കൂടി അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അവർ ചോദിക്കാറുണ്ട്, പള്ളിയിൽ പോകേണ്ട നിർബന്ധമാണോ? ആരാധനയിൽ സംബന്ധിക്കുന്ന നിർബന്ധമാണോ? അല്ലാതെയും പ്രാർത്ഥിച്ചുകൂടെ? എന്തിനാണ് സഭായോഗങ്ങൾ? ലേവ്യാപുസ്തകത്തിൽ ഓർപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സഭായോഗം കൂടുമ്പോൾ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഹോളി ചർച്ച് ലൈഫ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പരിശുദ്ധ കന്യമറിയ അമ്മ ആ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, പെന്തിക്കോസ്തിനോടുകൂടിയാണ് സഭയ്ക്ക് ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാകും. അമ്മ അതിനുവേണ്ടി അതികഠിനമായി പ്രാർത്ഥിച്ച് ഈ ശിഷ്യന്മാരെ എല്ലാം കൂട്ടിയിരുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ സമൃദ്ധിയായി സ്വീകരിക്കാൻ. അമ്മ സഭയുടെ നട്ടെല്ലെന്ന് വേണം പറയാം. കർത്താവ് സഭയുടെ തലയായിരിക്കുമ്പോൾ അതിൻ്റെ നട്ടെല്ലായി നിൽക്കുന്നത് അമ്മയുടെ ഒരു പ്രതികരണമാണ് രക്ഷാപദ്ധതിയിൽ. അതുകൊണ്ട് ഈ കാലത്തിൽ നമുക്കത് മറക്കാതിരിക്കാനായി ശ്രമിക്കണം. എന്നെ കേൾക്കുന്ന എല്ലാ മക്കളും ആവുന്ന പോലെ നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അതുകൊണ്ട് കാരണം 1 കൊരിന്ത്യർ ലേഖനം 12:27 പറയുന്നുണ്ട്, നൗ യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഈച്ച് വൺ ഓഫ് യു ഇൻ എ പാർട്ട് ഓഫ് ഇറ്റ്. നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാണ്. നമ്മളെല്ലാം ഓരോരുത്തരും ആ കർത്താവിൻ്റെ ശരീരത്തിലെ ഓരോ അംഗങ്ങളാണ്. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്, പരിശുദ്ധ കന്യമറിയ അമ്മയ്ക്ക് പൗരസ്യ പിതാക്കന്മാർ കൊടുക്കുന്ന മറ്റൊരു പേരാണ് എയ് പാർത്തനോസ്. അതിൻ്റെ അർത്ഥം എവർ വെർജിൻ എന്നാണ്, നിത്യ കന്യകയായ മാതാവ്. ഇത് വിശുദ്ധനായ ഐശയ്യാ പ്രവാചകൻ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. കിങ് അഹാസിനും
ഹൗസ് ഓഫ് ഡേവിഡ്, ദാവീദിൻ്റെ കുലത്തിനും കൊടുക്കുന്ന ഒരു പ്രോമിസായിട്ടാണ്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശമായിട്ടാണ്, അറിയിപ്പായിട്ടാണ്, പ്രൊഫസിയായിട്ടാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. നമ്മൾ ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തുവിന് 700 വർഷമെങ്കിലും മുൻപാണ് ഈ പ്രവചനം. ഇത് പൗരസ്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ക്രിസ്തീയ സഭാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മെസ്സിയാനിക് പ്രോഫസി ആയിട്ടാണ്, മശിഹായുടെ പ്രവചനമായിട്ടാണ് കാണുന്നത്. എന്നാൽ യഹൂദ സഹോദരങ്ങൾ ഇന്നും അത് ആ പ്രകാരം ഗ്രഹിക്കുന്നില്ല. ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ അടുക്ക് വരുമ്പോൾ കന്യയുടെ അടുക്കൽ ഗബ്രിയേലിനെ അയച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 1:27. കന്യകയുടെ അടുക്കൽ, വെറും സ്ത്രീയുടെ അടുക്കലല്ല, കന്യകയുടെ അടുക്കൽ. അധ്യായം 1:34 വായിക്കുന്നു, ഞാൻ പുരുഷനെ അറിയായികയാൽ. ഹൗ ഷാൽ ദിസ് ബി സീയിങ് ഐ നോ നോട്ട് എ മാൻ, ഓർ ഹൗ വിൽ ദിസ് ബി സിൻസ് ഐ ആം എ വെർജിൻ. ഞാനൊരു കന്യകയായിരിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? അതൊരു സാധാരണ മനുഷ്യരിലൊക്കെ വരാൻ സംശയമാണ്. എന്നാൽ പൗരസ്ത്യ സഭാപിതാക്കന്മാർ ഈ ഭാഗത്തെ പുരുഷനെ അറിയായികയാൽ എന്ന് പറയുന്ന ഭാഗത്തിന് ഭംഗിയായിട്ട് എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ട്. അതൊരു പെർപെച്വൽ വെർജിനിറ്റിയെ കാണിക്കുന്നു എന്നാണ്. ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ, വേദപുസ്തകം ഇല്ല എങ്കിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, ഈ കുഞ്ഞ് ദേവാലയത്തിൽ അടിമയായി നൽകപ്പെട്ടവളും ദേവാലയത്തിൽ വളർന്നവളുമാണ്. അപ്പം അങ്ങനെ ആ ദേവാലയ ജീവിതവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ ഒരു ശാശ്വതമായ കന്യകാത്വത്തിൻ്റെ പ്രതിജ്ഞയുടെ സൂചന ഈ പ്രതികരണത്തിലുണ്ട് എന്നാണ് പിതാക്കന്മാരെ പറയുന്നത്. എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് ടു വെർജിനിറ്റി. ഈ പൗരസ്ത്യ പിതാക്കന്മാരെ പഠിപ്പിക്കുക അതാണ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ് എ ഓ ഓഫ് പെർപെച്വൽ വെർജിനിറ്റി. ഇത് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ആരും അംഗീകരിക്കുകയില്ല, കാരണം റെഫർമേഷന് ശേഷമുള്ളവർക്ക് ആർക്കും ഇത് ദഹിക്കുകയില്ല. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ് എ ഓ ഓഫ് പെർപെച്വൽ വെർജിനിറ്റി. നമ്മുടെ പൗരസ്ത്യ സഭയിലെ മാതാവിൻ്റെ ഐക്കൺ വരയ്ക്കുമ്പോൾ 3 നക്ഷത്രങ്ങൾ അമ്മയുടെ ആ വസ്ത്രത്തിൽ കാണിക്കുന്നു. അതിൻ്റെ അർത്ഥം കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവത്തെ വഹിച്ച അമ്മ ഗർഭം ധരിക്കുന്നതിന് മുമ്പും ഗർഭകാലത്തും ജനനം നൽകിയതിന് ശേഷവും അവൾ വെർജിനായിരുന്നു, അവൾ കന്യകയായിരുന്നു. ആ നിത്യ കന്യക വ്രതത്തിൽ ജീവിതാന്ത്യത്തോളം ജീവിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് ഇന്നും ഇന്നലെയും അല്ല. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ ജെറോം, അതുപോലെ തന്നെ അത്തനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ AD 393 ജീവിച്ചിരുന്ന ഈ പിതാക്കന്മാരൊക്കെ, പ്രത്യേകിച്ച് അവരൊക്കെ വളരെ ആത്മീയ സ്വാധീനം ആ കാലത്തുണ്ടായിരുന്നവരാണ്. അവർ ശക്തമായി പഠിപ്പിച്ച കാര്യമാണ് ഈ പരിശുദ്ധ കന്യമറിയാം നിത്യ കന്യകയായിരുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരെ, കന്യകത്വം എന്ന് പറയുന്നത് അമ്മയുടെ ജഡത്തിൽ മാത്രമല്ല, അവളുടെ മനസ്സിലും അവളുടെ ആത്മാവിലും അവളുടെ ശരീരത്തിലും അവളുടെ ചിന്തയിലും എല്ലാം ഈ കന്യകാത്വം ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് എ ഫിസിക്കൽ സ്റ്റാറ്റസ്, ഒരു ശാരീരികമായ അവസ്ഥ മാത്രമായിട്ടല്ല. അതിന് ഉപോത്ബലകമായി എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 44:2 അധ്യായവാക്യം കൂടെ പിതാക്കന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ദിസ് ഗേറ്റ് ഈസ് ടു റിമെയിൻ ഷട്ട്, ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഓപ്പൺഡ്, no one may enter through it. It is to remain shut because the Lord, the God of Israel, has entered through it. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് ഈ വാതിൽ അടച്ചിരിക്കണം എന്നാണ്. ഈ വാതിൽ അടച്ചിരിക്കും, ഒരിക്കലും തുറക്കപ്പെടാത്ത വാതിൽ. ഇത് നമ്മുടെ പിതാക്കന്മാർ നിഴലായിട്ട്, മാതാവിൻ്റെ നിഴലായിട്ട് ശക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന ആംബ്രോസ് ഓഫ് മിലൻ അദ്ദേഹം പറയുന്നുണ്ട്, മറിയം ജഡത്തിൽ മാത്രമല്ല മനസ്സിലും കന്യകയായിരുന്നു. ദൈവം താൻ തിരഞ്ഞെടുത്തവളിൽ ഒരു മനുഷ്യനായി ജനിച്ചു. ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. സഹോദരങ്ങളെ, ഈ വെർജിനിറ്റി അല്ലെങ്കിൽ കന്യകാത്വം, പരസംഗം ചെയ്യാത്ത അവസ്ഥ,
ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെർജിനിറ്റി ഇൻ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എ ലൈഫ് ഹോൾലി ഡെഡിക്കേറ്റഡ് ടു ഗോഡ്, ഫ്രീ ഫ്രം വേൾഡ്ലി ഡിസ്ട്രാക്ഷൻ. പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതും ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യാപരിക്കാത്തവരും ലോകത്തിലെ ഒന്നും അവരെ ഡിസ്റ്റർബ് ചെയ്യാത്തതുമായ ഒരു ജീവൻ നയിക്കുന്ന ഒരനുഭവം. ഇത് ആത്മീയ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. സ്പിരിച്വൽ വെർജിനിറ്റി റിലേറ്റഡ് ടു സ്പിരിച്വൽ പ്യൂരിറ്റി വിച്ച് ഈസ് റിലേറ്റഡ് ടു ഇൻറ്റഗ്രിറ്റി ഓഫ് ബോഡി ആൻഡ് സോൾ. ഈ ആത്മീയ കന്യകാത്വം ആത്മീയ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സമഗ്രമായ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ടല്ലോ, ശരീരത്തിൻ്റെ സർക്കംസിഷനല്ല ആവശ്യം, ഹൃദയത്തിൻ്റെ സർക്കംസിഷനാണ്, ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് ആവശ്യം. സത്യത്തിൽ വിശുദ്ധ മാമോദീസായിലൂടെ നാം ഓരോരുത്തരും ഏറ്റത് ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. അതൊരു മുദ്രയാണ്. ആ മുദ്ര എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മുദ്ര ഏറ്റവരെ സംബന്ധിച്ചിടത്തോളം ദേ ഷുഡ് നീഡ് അൺഡിവൈഡഡ് ഡിവോഷൻ ടു ഗോഡ്. അവർക്ക് ദൈവത്തിൽ നിന്ന് മാറിപ്പോകാത്ത, അന്യമായി പോകാത്ത ദൈവത്തോടുള്ള ഭക്തി, ആദരവ്, വിശ്വാസം ഉണ്ടായിരിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 11:12 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. അദ്ദേഹം കൊരിന്ത്യരോട് ഓർപ്പിക്കുകയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ സഭയെപ്പറ്റിയും ഒരു വലിയ ചിന്ത അങ്ങനെയാണ്. ഈ സഭ ഒരു നിർമ്മല കന്യകയായ ഏക പുരുഷനായ ക്രിസ്തുവിനെ മണവാട്ടിയായി ഒരുക്കിയിരിക്കുന്നു. സത്യത്തിൽ ഓരോ ഇടവകയും ഓരോ കോൺഗ്രിഗേഷൻ്റെ ചുമതലയുള്ള പുരോഹിതന്മാരും ഓർക്കേണ്ടത്, തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനം മണവാളന്, കർത്താവായ യേശുക്രിസ്തു ആവുന്ന മണവാളന് സൗന്ദര്യമുള്ള മണവാട്ടികളായി ഈ ജനത്തെ ഒരുക്കിയെടുക്കാനായി സാധിക്കും. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു എന്നാണ്. ദൈവത്തിൻ്റെ എരിവോടെ, ദ സെലസ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ എരിവോട് എരിയാൻ പ്രത്യേകിച്ച് പൗരോഹിത്യ വർഗത്തിന് സാധിക്കണം. സഭയുടെ വിശുദ്ധിയെ സൂക്ഷിക്കണം. അത് വളരെയധികം ആവശ്യമാണ്. ഇവിടെ തന്നെ ഈ 3-ാം വാക്യത്തിൽ പറയാണ്, ഹൗവയെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോയി. അതാണ് കൊരിന്ത്യ സഭയ്ക്ക് വന്ന് പറയാൻ, നിങ്ങൾ ഹൗവയെ പിശാച് ചതിച്ചപ്പോൾ സംഭവിച്ചത് ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു. അത് വീണ്ടെടുക്കുന്ന ഒരു അമ്മയാണ് ഇവിടെ നമ്മുടെ ചിന്താവിഷയം. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകയെ രണ്ടാം ഹൗവ എന്ന് വിളിക്കുന്നത്. 2-ാം ഹൗവ അല്ലെങ്കിൽ ന്യൂ ഈവ് എന്നും വിളിക്കാറുണ്ട്, പുതിയ ഹൗവ. അതുകൊണ്ട് പാപത്തിൻ്റെ വരവോടെ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോയി. നാം ഈ പെരുന്നാളിൽ ആഘോഷിക്കുമ്പോൾ നമ്മിലുള്ള ഈ അശുദ്ധതകളെ ഓർത്ത് വിലപിച്ച് അനുതപിച്ച് കുമ്പസാരിച്ച് കുർബാനയൊക്കെ അനുഭവിച്ച് ഈ അമ്മയോട് ജീവിതത്തോട് ചേർന്ന് നിൽക്കേണ്ട ഒരു അവസരമാണ് സഹോദരങ്ങൾ. 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 32-35 വായിക്കുമ്പോൾ നമ്മൾ വളരെ വ്യക്തമാണ്. വിവാഹം ചെയ്ത ഒരുവൻ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? വിവാഹം ചെയ്തവൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? വിവാഹം ചെയ്യാത്തവൻ ആർക്കു വേണ്ടിയാണ്? വിവാഹം ചെയ്യാത്ത സ്ത്രീ ആർക്കു വേണ്ടിയാണ്? അവിടെ 35-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ചാവല്യം കൂടാതെ കർത്താവിങ്കിൽ സ്ഥിരമായി വസിക്കണം. യു മസ്റ്റ് റിമെയിൻ സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ദ ലോർഡ് വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ. നിങ്ങൾ ചാബല്യം കൂടാതെ കർത്താവിൽ സ്ഥിരമായി വസിക്കണം. ഇത് എല്ലാ ക്രിസ്ത്യാനികളും ഓർക്കേണ്ട വസ്തുതയാണ്, സത്യമാണ്. നഷ്ടപ്പെട്ടു പോകാതെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള ആ ഒരു അഫിനിറ്റി, ആ ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് ഈ ലോകത്തിലെ ഒന്നും കഷ്ടതയോ ദുഃഖമോ വാളോ പട്ടിണിയോ മരണമോ
ഒന്നും നമ്മളെ അതിൽ നിന്ന് അകറ്റരുത്. ആ ഡിവോഷൻ, നമ്മുടെ ഡിവോഷൻ കർത്താവിൽ മാത്രമാകാം, വേറൊന്നിലുമാകരുത്. എല്ലാത്തിലും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ഏകാഗ്രമായ മനസ്സ് കണ്ടെത്തണം. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ശ്രമം. എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ഏകാഗ്രമായ മനസ്സ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വിവാഹ കൂദാശകൾ നമ്മൾ വായിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, ചൂസ് ടു ലീവ് ലൈക്ക് യൂനക്സ് ഫോർ ദ സേക്ക് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ജന്മന ഷണന്മാരായി ജനിക്കുന്നവരുണ്ട്, സ്വന്തമായി ഷണത്വം സ്വീകരിക്കുന്നവരുണ്ട്. അവിടെ പറയുകയാണ്, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർ ഷണ്ണന്മാരുണ്ട്, ഗ്രഹിപ്പാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. This shows the undivided devotion of the occasion. നാം എടുക്കുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ ക്രിസ്ത്യാനികളായി മാമൂസ മുങ്ങിയ സഹോദരങ്ങളെ ആത്യന്തികമായി ആ രക്ഷയുടെ നിർണയബോധമുണ്ടാകണം. ഈ കന്യകാത്വം നമ്മൾ യുഗാന്തി ചിന്തയുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെ വായിക്കുമ്പോൾ 10 കന്യകമാരെ പറ്റി ഓർപ്പിക്കുന്നുണ്ട്. അതിൽ 5 പേരെ പറ്റി പറയുന്ന വിശേഷണം അവർ ബുദ്ധിയുള്ളവർ ആയിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ കന്യകാത്വ ബോധത്തോടെ കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി അവർ ഒരുങ്ങിയെന്നാണ്. പ്രിപ്പയർ ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ് വിത്ത് ദ വെർജിൻ കോൺഷ്യസ്നെസ്. കന്യകാത്വ ബോധത്തോടെ അവരേറ്റ ആ ഒരു വലിയ ദൈവികമായ ഉടമ്പടിയോടെ ഒരിക്കലും മാറിപ്പോകാതെ they were vigilant and prepared. അവർ വളരെ ജാഗരൂകരും സജ്ജരുമായിരുന്നു ഈ 5 പേർ. their wisdom lies in the readiness. അവരുടെ ജ്ഞാനം അവരുടെ ഒരുക്കത്തിലൂടെയാണ് വെളിവാകുന്നത്. the wisdom lies in the readiness. അവർ ഒരുക്കത്തോടെ നിന്നു. വേണ്ട എണ്ണയെല്ലാം കാര്യം സഹോദരങ്ങളെ നമുക്ക് ആവശ്യമായ കാര്യമാണ് എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യം. അതാണ് ദൈവികമായ ജ്ഞാനം. their spiritual vigilance and prudence. അവരുടെ ആത്മീയ ജീവിതവും ജാഗ്രതയും വിവേകവും ഈ 5 പേരിൽ നമ്മൾ കാണും. പരിശുദ്ധ കന്യമറിയാം അമ്മയുടെ വെർജിനിറ്റി പരിശുദ്ധ സഭയിലും ഉണ്ടാകണമെന്നാണ് എഫേസ്യ ലേഖനം നമ്മൾ 5-ാം അധ്യായം 25-27 വായിക്കുമ്പോൾ, ക്രിസ്തു സഭയെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു. അപ്പോൾ സഭ എപ്പോഴും വിശുദ്ധമായിരിക്കണം. വെളിപാട് പുസ്തകം നമ്മൾ 21 വായിക്കുമ്പോഴും അങ്ങനെ മനോഹരമായ വിശുദ്ധയായ നല്ല ഒരുങ്ങിയ ഒരു മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു സഭയെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് സഭയുടെ ആത്യന്തികമായ ദൗത്യം സഭയിലുള്ള തിന്മകളെ, അവിശ്വാസങ്ങളെ, വേദവിരുദ്ധങ്ങളെ ഒക്കെ മാറ്റി സഭയെപ്പോഴും അവിടെ പറഞ്ഞതുപോലെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കണം. സഭയുടെ ദൗത്യമാണ്. സഭകളിലൊക്കെ വരുന്ന അപജയങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് സഭ വിശുദ്ധീകരിക്കാൻ വേണ്ടി നാം എല്ലാവരും ശ്രമിക്കണം. പാപത്താൽ അശുദ്ധമാകാതെ നിർമ്മലമായി വിശ്വാസം കാക്കുന്ന കൂട്ടമായി തീരണം സഭ. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 24:12-13, because of the increase of wickedness the love of most will grow cold, but the one who stand firm to the end will be saved. Because of the increase of wickedness, അധർമ്മത്തിൻ്റെ ആധിക്യം മൂലം മനുഷ്യരുടെ സ്നേഹം തണുത്തുപോകും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതാണ്, എന്നാൽ അന്ത്യത്തോളം നമ്മൾ വളരെ ശക്തമായിട്ട് ഈ മാലിന്യപ്പെടാതെ നിൽക്കണം. ഈ വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴും അവിടെ നാം കാണുന്നുണ്ട് 144,000 മാലിന്യപ്പെടാത്ത കന്യകമാരെ പറ്റി പറയുന്നു. അവർ കുഞ്ഞാടിനെ അനുഗമിക്കുന്നു,
മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തവരാണവർ. ഭോഷ്കില്ലാത്തവരാണ്, കളങ്കമില്ലാത്തവരാണ്. അപ്പം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പോലും ഈ കന്യകാത്വം ദൈവം നമ്മളിൽ പ്രതീക്ഷിക്കും. നാം ക്രിസ്തുവിന് വിളിക്കപ്പെട്ടവരെങ്കിൽ ആ ഒരു വെർജിനൽ പ്യൂരിറ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ആ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10 പറയുന്നുണ്ട്, ബി ഫെയ്ത്ത്ഫുൾ ഈവൻ ടു ദ പോയിന്റ് ഓഫ് ഡെത്ത് ആൻഡ് ഐ വിൽ ഗീവ് യു ലൈഫ് ആസ് യുവർ വിക്ടേഴ്സ് ഗ്രൗണ്ട്. അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽക്കണം, ഈവൻ മരണത്തോളം നിൽക്കണം. അവസാനം അവൻ ജീവൻ്റെ കിരീടം പ്രാപിക്കും. അതുകൊണ്ട് പരിശുദ്ധ കന്യമറിയ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് ഇപ്രകാരമുള്ള വലിയ യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കി, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ഈ വാങ്ങിപ്പ് പെരുന്നാളിൽ പങ്കെടുക്കുകയും ഈ ഒരു ആത്മബോധത്തിൽ ദൈവം നമ്മളെ നയിക്കുകയും ചെയ്യട്ടെ.